السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم إنا نسألك خير هذه الليلة وخير ما فيها، نصرها وفتحها ونورها وبركتها وهداها، ونعوذ بك من شر هذه الليلة ومن شر التي قبلها ومن شر التي بعدها. أما بعد. സഹോദരങ്ങളെ, ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ജാമിഇലും മറ്റും ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസിൻ്റെ വിശദീകരണമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ മജ്ലിസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഹാനായ സഹാബി അബൂ ദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. മറ്റു ചില റിവായത്തുകളിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു രണ്ടുപേരും അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുള്ള പ്രസിദ്ധമായ ഹദീസാണിത്. ഈ ഹദീസ് ഇമാം അന്നവവി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ-അർബഊൻ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ കൊണ്ടുവന്നിരിക്കുന്നു. അർബഊൻ എന്ന കിതാബിൽ 42 ഹദീസുകളാണുള്ളത്. അത് മുഴുവൻ ദീനിൻ്റെ കുല്ലിയാത്ത് അഥവാ ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയസമ്പുഷ്ടമായ ഹദീസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ള കിതാബാണ്. അതിൽ ഇമാം നവവി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹദീസ്. എന്താണ് ഈ ഹദീസ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇ السيئة الحسنة തംഹുഹാ വഖാലിഖ് الناس بخلق ഹസൻ. ഈ മൂന്ന് വാചകങ്ങളാണ് ഈ ഹദീസിലുള്ളത്. ഒന്ന്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. രണ്ടാമത്തെ വാചകം, വഅത്ബിഇ السيئة الحسنة തംഹുഹാ, ഒരു തിന്മ ചെയ്തു പോയാൽ അതിനെ തുടർന്ന് അതിൻ്റെ പിന്നാലെ നീ ഒരു നന്മ ചെയ്യുക. തംഹുഹാ, നന്മ തിന്മയെ മായ്ച്ചു കളയും. വഖാലിഖ് الناس بخلق ഹസൻ, നീ ജനങ്ങളോട് സൽ സ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത وأتبع السيئة الحسنة تمحوها وخالق الناس بخلق حسن. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനോഹരമായ ഈ വാക്കുകൾ മറ്റു ചില റിവായത്തുകൾ പ്രകാരം ഈ രണ്ട് സഹാബിമാരും നബിയോട്, നബിയെ ഞങ്ങൾക്കൊരു വസീയത്ത് നൽകിയാലും എന്ന് ചോദിച്ചപ്പോൾ കൊടുത്ത ഉപദേശമാണ്. ഹദീസിൻ്റെ ചില റിവായത്തുകൾ കാണാം, ഈ രണ്ട് സഹാബിമാർ മുആദ് നബിയോട് ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഔസിനി, അല്ലാഹുവിൻ്റെ റസൂലെ എനിക്കൊരു വസീയത്ത് നൽകിയാൽ. അതുപോലെ അബൂ ദർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഔസിനി, അല്ലാഹുവിൻ്റെ റസൂലെ എനിക്കൊരു വസീയത്ത് നൽകിയാലും. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശ്രേഷ്ഠമായ ഉപദേശം നൽകുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ഉപദേശവും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതാണ്. കാരണം നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, നമ്മെക്കാൾ നമുക്ക് വലുതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ നമ്മോട് ദയവും കാരുണ്യവും
ഗുണകാംക്ഷയും ആർക്കുണ്ടായിരുന്നു? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായിരുന്നു. അള്ളാഹു പറഞ്ഞു, ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ലഖദ് ജാഅക്കും, നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂൽ, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതൻ. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് സഹിക്കാൻ സാധിക്കാത്ത റസൂലാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനാണ് റസൂൽ. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് ഏറെ ദയവും കാരുണ്യവുമുള്ള റസൂലാണ്. സ്വല്ലല്ലാഹു വസല്ലമു അലൈഹി. ആ നബിയുടെ ഏത് വാക്കും നമുക്ക് വിലപ്പെട്ടതാണ്. എന്നാൽ അതൊരു വസിയ്യത്ത് കൂടിയാകുമ്പോഴോ അതിൻ്റെ പ്രാധാന്യമേറും. കാരണം വസിയ്യത്ത് എന്നാൽ യഥാർത്ഥത്തിൽ ഒരാളോട് നമ്മൾ വസിയ്യത്ത് ചോദിക്കുകയാണെങ്കിൽ അതിലൂടെ ഉദ്ദേശിക്കുന്നത് അയാൾക്ക് അറിയാവുന്ന ഏറ്റവും വലിയ ഖൈർ നമുക്ക് ഉപദേശിച്ചു തരിക എന്നതാണ്. അല്ലെങ്കിൽ അയാൾക്ക് അറിയാവുന്ന ഏറ്റവും അപകടം നിറഞ്ഞ കാര്യത്തിൽ നിന്ന് നമ്മെ താക്കീത് നൽകാനാണ്. അതാണ് വസിയ്യത്ത്. ശക്തമായ ഉപദേശമാണത്. അത് കേവലമായൊരു ഉപദേശമോ കേവലമായൊരു നിസാരമായൊരു വാക്കോ അല്ല. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്ത് എത്ര ശ്രദ്ധയോടെ നമ്മൾ ഉൾക്കൊള്ളണം. ഒന്നത്. രണ്ടാമത്, നബിയോട് ഇത് ചോദിച്ച സഹാബിമാർ, അവർ സഹാബിമാരിൽ വലിയ ശ്രേഷ്ഠതകളുള്ളവരാണ്. ഒന്ന്, ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് അബൂദറാണ്. അബൂദർ ജുൻദുബ് ഇബ്നു ജുനാദ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ജുൻദുബ് ഇബ്നു ജുനാദ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അബൂദറിൻ്റെ പ്രത്യേകത, ഇസ്ലാമിൽ റാബിഉ അർബഅ അല്ലെങ്കിൽ ഖാമിസു ഖംസ എന്ന രൂപത്തിൽ ഇസ്ലാം സ്വീകരിച്ച സഹാബിയായിരുന്നു അബൂദർ. അഥവാ ഇസ്ലാമിൽ ആകെ 4 പേർ മാത്രം ഉണ്ടായിരുന്നപ്പോൾ 4-മനായി അബൂദർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ 5 പേർ മാത്രം ഉണ്ടായിരിക്കെ 5-മനായി അബൂദർ ഉണ്ടായിരുന്നു. അത്രയും നേരത്തെ ഇസ്ലാം സ്വീകരിച്ച സാബിഖൂൻ അൽ അവ്വലൂൻ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചവരിൽ നേരത്തെ ഇസ്ലാമിലേക്ക് വന്നവരിൽ ഒരാളായിരുന്നു ആര്? അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് നബിയോട് ഈ വസിയ്യത്ത് ചോദിക്കുന്നത്. അദ്ദേഹത്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസിയ്യത്ത് നൽകുന്നത്. രണ്ടാമത്തെ സഹാബി ആരാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മുആദ് അൻസാരിയായ സഹാബിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദിൻ്റെ ഇരുതോളുകളിൽ പിടിച്ച് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി യാ മുആദ് ഇന്നി ല ഉഹിബ്ബുക. ഓ മുആദ്, അല്ലാഹുവാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വല്ലാഹി യാ മുആദ് ഇന്നി ല ഉഹിബ്ബുക എന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹാബിയാണ് ആര്? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. അത് പറഞ്ഞിട്ടാണ് മുആദിന് നബി ഒരു ഉപദേശം നൽകുന്നത്. മുആദ്, നീ അതുകൊണ്ട് ഓരോ നിസ്കാരത്തിൻ്റെ അവസാനവും എന്തു പറയണം? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുവേ, നീ എനിക്ക് എന്നെ സഹായിക്കണമേ. അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക, നിന്നെ ഏറ്റവും നന്നായി സ്മരിക്കാനും നിനക്ക് നന്ദി കാണിക്കാനും നിന്നെ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ. മുആദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഈ ഉപദേശം നൽകുന്നത്. മാത്രമല്ല, മുആദിൻ്റെ പ്രത്യേകതകളിൽ ഒന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാളെ പരലോകത്ത് മുആദ് പണ്ഡിതന്മാർക്ക് മുന്നിൽ ഒരു റത്വത്ത് മുന്നിലായിട്ടാണ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക. റത്വത്ത് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുകയുണ്ടായി, ഒരു കല്ലെടുത്തെറിഞ്ഞാൽ എത്ര ദൂരമുണ്ടാകുമോ അത്രയും ദൂരം ഈ ഉമ്മത്തിലെ ഉലമാക്കൾക്ക് മുന്നിൽ ആര് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും? മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുആദുമായി കൂടിയാലോചനകൾ നടത്തും കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ. റബ്ബ് സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് എന്നോട് അതേക്കുറിച്ച് മുആദിനോട് എന്തുകൊണ്ട് കൂടിയാലോചിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, റബ്ബേ, നിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നാളെ അന്ത്യനാളിൽ പരലോകത്ത് പണ്ഡിതന്മാർക്ക് മുന്നിൽ
മുആദ് ബിൻ ജബൽ വരും. ഈ ഉമ്മത്തിലെ പണ്ഡിത ശ്രേഷ്ഠനാണ് മുആദ് ബിൻ ജബൽ. ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു മുആദിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു, ഇന്ന മുആദൻ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. മുആദ് ഒരു ഉമ്മത്താണ്, ഖാനിതൻ ലില്ലാഹ്, അള്ളാഹുവിന് കീഴൊതുങ്ങിയ ഒരു ഉമ്മത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അള്ളാഹു വിശേഷിപ്പിച്ച പ്രശംസയാണത്. ഇബ്നു മസ്ഊദ് മുആദിനെ കുറിച്ച് ഈ പ്രശംസ പറയാറുണ്ടായിരുന്നു. ഇത്രയും ശ്രേഷ്ഠതയുള്ള മഹാനായ സഹാബിയാണ് മുആദ് ബിൻ ജബൽ. നിങ്ങളാരും വിചാരിച്ചു പോകരുത് ഈ പറയപ്പെട്ട പാണ്ഡിത്യവും ശ്രേഷ്ഠതയുമെല്ലാം മുആദ് നേടിയെടുത്ത് ഒരുപാട് കാലം, ഒരുപാട് വയസ്സേറിയിട്ടാണ്. അല്ല, പിന്നീട് ഉമറിൻ്റെ കാലത്ത് താഊസ് അംവാസ് എന്നുപേരുള്ള ഒരു താഊൻ അംവാസ് എന്നുപേരുള്ള ഷാമിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്ലേഗ് രോഗം പിടിപെട്ടിട്ടാണ് മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുന്നത്. അങ്ങനെ ആ ഷഹാദത്തിൻ്റെ പ്രതിഫലം മുആദിനുണ്ട്. താഊൻ കൊണ്ട് മരണപ്പെട്ടാൽ, പ്ലേഗ് രോഗം വന്ന് മരണപ്പെട്ടാൽ ഷഹീദിൻ്റെ പ്രതിഫലമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, വൽ മത്ഊനു ഷഹീദ്, വൽ മത്ഊനു ഷഹീദ്. താഊൻ കൊണ്ട് മരണപ്പെട്ടാൽ ഷഹീദിൻ്റെ പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഉമറിൻ്റെ കാലത്ത് താഊൻ അംവാസിൽ മുആദ് റളിയല്ലാഹു അൻഹു മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 30 കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. 30-നും 35-നും ഇടയിൽ ആ പ്രായമായിരുന്നു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കൂ. അതിനു മുൻപേ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ശ്രേഷ്ഠത, ഈ ഔന്നത്യം മുആദ് റളിയല്ലാഹു അൻഹു നേടിയെടുത്തു. അതാണ് ഉമറിൽ ഒരാളുടെ ആയുസിൻ്റെ എണ്ണങ്ങളുടെ, വർഷങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം, മറിച്ച് അതിലെ ബറക്കത്തിലാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 100 120 വർഷം ജീവിച്ചിട്ടില്ല, 80 വർഷം ജീവിച്ചിട്ടില്ല, 75 കൊല്ലം ജീവിച്ചിട്ടില്ല, 63 വർഷം. അതിൽ നുബുവത്ത് ലഭിച്ചിട്ടുള്ള നബിയായ റസൂലായി ജീവിച്ചിട്ടുള്ളത് 23 വർഷങ്ങൾ മാത്രമാണ്. യാ സുബ്ഹാനല്ലാഹ്, അതിനോളം ബറക്കത്തുള്ള ഒരു ഉമർ, ഒരു ജീവിതം മറ്റാർക്കുണ്ട്? അള്ളാഹു സത്യം ചെയ്ത് പറഞ്ഞ ജീവിതമാണ്. ലഅംറുക, ഓ നബിയെ, അങ്ങയുടെ ജീവിതം തന്നെ സത്യം, അങ്ങയുടെ ആയുസ് തന്നെ സത്യം. റബ്ബ് സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത ആയുസാണ്. ആരുടെ ആയുസ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമെന്ന് പറയുന്നു. അതുകൊണ്ട് ജനിച്ച മരിച്ച വർഷങ്ങൾക്കിടയിൽ ഉള്ള ദിവസങ്ങളുടെ എണ്ണത്തിലല്ല കാര്യം, അതിലെ ബറക്കത്തിനാണ്. അതിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നൽകിയ ബറക്കത്തിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഒരാൾ വിദൂരദേശം താണ്ടി കുതിരപ്പുറത്ത് വരികയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വന്ന് ഇസ്ലാമിനെ കുറിച്ച് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ആ ചുരുങ്ങിയ സമയത്തിനിടയിൽ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അള്ളാഹു മാത്രമേ ആരാധനയ്ക്ക് അർഹനുള്ളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിൻ്റെ റസൂലാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, അഖറർതു, ഞാനിതൊക്കെ അംഗീകരിച്ചു എന്ന് പറയുകയും ഉടനെ അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്ത് നിന്ന് വീണിട്ടോ അല്ലെങ്കിൽ ഒട്ടകം അദ്ദേഹത്തെ ചവിട്ടിയിട്ടോ, അദ്ദേഹത്തിൻ്റെ വാഹനമൃഗം, കുതിര ഒട്ടകമോ, അത് അദ്ദേഹത്തെ ചവിട്ടിയിട്ടോ മറ്റോ അദ്ദേഹം മരണപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ് മലായിക്കത്ത് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്. എന്ന് പറയാൻ അദ്ദേഹം വിശന്നിട്ടായിരുന്നു വന്നിരുന്നത്, ഭക്ഷണം കഴിച്ചിട്ടില്ലേ. ഇസ്ലാമിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു വാക്കാണ്, അഖറർതു. നബി അങ്ങ് പറഞ്ഞ ഇതൊക്കെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. ആ ഒരൊറ്റ വാക്കാണ് അദ്ദേഹത്തിൻ്റെ അമൽ എന്ന് പറയുന്നത്. ഇത് അമില ഖലീലൻ വ ഊജിറ കസീറൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിൽ കാണാം. കുറച്ച് പണിയെടുത്തു, വലിയ, ഒരിക്കലും അവസാനിക്കാത്ത, അറ്റമില്ലാത്ത പ്രതിഫലം നേടി. എൻ്റെ ഇസ്ലാമിൽ അദ്ദേഹത്തിൻ്റെ അമൽ അഖറർതു, ഞാൻ അംഗീകരിച്ചു എന്നൊരു വാക്കാണ്. അപ്പോൾ ഇതാണ് സുബ്ഹാനല്ലാഹ്, നമ്മുടെ അമലുകളുടെ ബറക്കത്തും എവിടെയാണ് അവസാനിക്കുന്നത്, അന്ത്യം എങ്ങനെയായിരിക്കും എന്നതിലാണ് കാര്യമെന്ന് പറയുന്നത്. ഇത്രയും പ്രത്യേകതകളുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകതകളുള്ള മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്
നബി നൽകിയ വസിയത്ത് കൂടിയാണ്. അപ്പം നോക്കൂ, പ്രിയപ്പെട്ടവർക്കും ഏറെ ശ്രേഷ്ഠതയുള്ളവർക്കും നൽകുന്ന വസിയത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ആരെങ്കിലും വന്ന്, ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് നൽകുന്ന ഉപദേശം പോലെയല്ല, വളരെ സ്നേഹമുള്ളവർക്കും വലിയ അടുപ്പമുള്ളവർക്കും നൽകുന്ന വസിയത്ത് എന്നത്. അങ്ങനെ കൂടി പ്രാധാന്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾക്ക്, ഈ പറഞ്ഞ ഹദീസിന് ഉണ്ട്. എന്താണ് ഈ ഹദീസിലെ വാചകങ്ങൾ? 3 വാചകങ്ങൾ. ഒന്ന്, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. ഇത്തഖില്ലാഹ്, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും, രാത്രിയിലോ പകലിലോ, നിന്റെ നാട്ടിലോ പുറം നാട്ടിലോ, വീട്ടിനകത്തോ പുറത്തോ, നിന്റെ ചെറിയ പ്രായത്തിലോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ, എവിടെയായിരുന്നാലും, നിന്റെ കച്ചവടത്തിലോ ജോലിയിലോ എവിടെയായിരുന്നാലും ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. എവിടെയായിരുന്നാലും നീ ആളുകൾ കാണുക മാത്രം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന, രഹസ്യമായി അള്ളാഹുവിൻ്റെ കൽപ്പനകളെ കാറ്റിൽ പറത്തുന്ന, അവൻ പവിത്രമാക്കിയ കാര്യങ്ങൾ ലംഘിക്കുന്നവനാകരുത്. കാരണം നിൻ്റെ റബ്ബ് അവൻ രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. അവൻ നിന്നെ ഏത് ഇരുട്ടറക്കുള്ളിലും കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവങ്കൽ രഹസ്യമില്ല. അവനെ സംബന്ധിച്ചിടത്തോളം എല്ലാ രഹസ്യവും പരസ്യമാണ്. അവനെ സംബന്ധിച്ചിടത്തോളം ഏതു പതുക്കെ ഉള്ളതും ഉറക്കെ ഉള്ള കാര്യമാണ്. അതുകൊണ്ട് എവിടെയായിരുന്നാലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക. ഇത്തഖില്ലാഹ്, തഖ്വ പാലിക്കുക. എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ, മഹാനായ താബിഈ തൽഖ് ഇബ്ൻ ഹബീബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള തഖ്വയെക്കുറിച്ചുള്ള നിർവചനം ആണ് അതേക്കുറിച്ച് ഏറ്റവും പ്രശസ്തമായ ഒരു നിർവചനം. അൻ തഅമല ബിതാഅത്തില്ലാഹ് തർജു സവാബല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ്. നീ അള്ളാഹുവിനെ അനുസരിക്കാനാണ്. തർജു സവാബല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട്, അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്. അതോ റബ്ബ് എങ്ങനെ അള്ളാഹുവിനെ അനുസരിക്കാൻ പറഞ്ഞു അതുപോലെ അള്ളാഹുവിനെ അനുസരിക്കുക. അതിന് നിന്നെ പ്രേരിപ്പിക്കേണ്ടത് അള്ളാഹുവിൻ്റെ പ്രതിഫലത്തിലുള്ള പ്രതീക്ഷയായിരിക്കണം, മറ്റെന്തെങ്കിലും ആകരുത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അവതരിപ്പിച്ച നൂർ അനുസരിച്ചുകൊണ്ട്. വഅൻ തത്റുക മഅസിയത്തല്ലാഹ്, അതുപോലെ അള്ളാഹുവിനെ നീ അനുസരിക്കാതെ, അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ നീ ഉപേക്ഷിക്കുക. അള്ളാഹു വിലക്കിയത് നീ ഉപേക്ഷിക്കുക. തഖാഫു ഇഖാബല്ലാഹ്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. അലാ നൂരിൻ മിനല്ലാഹ്, റബ്ബിങ്കിൽ നിന്നുള്ള പ്രകാശം അനുസരിച്ചുകൊണ്ട്. തൽഖ് ബിൻ ഹബീബ് റഹിമഹുല്ലാഹ് അദ്ദേഹം തഖ്വയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞു, അൻ തഅലമ വ തൽതസിം, നീ അറിയുക, അറിഞ്ഞത് നീ മുറുകെ പിടിക്കുക. അൻ തഅലമ വ തൽതസിം, നീ അറിയുക, അറിഞ്ഞത് നീ എപ്പോഴും മുറുകെ പിടിക്കുക. ഇത് രണ്ടുമാണ് തഖ്വ എന്ന് പറയുന്നത്. ഒരു കവി പാടുകയുണ്ടായി, ഖല്ലി ദുനൂബ സഗീറഹ വകബീറഹ വഹുവ തുഖ വസ്നഅ കമാശിൻ فوق أرض شوك يحذر ما يرى لا تحقرن صغيرة إن الجبال من الحصى خلي الذنوب صغيرها وكبيرها തിന്മകളിലെ ചെറുതും വലുതും നീ ഉപേക്ഷിക്കുക. فهو التقى, അതാണ് തഖ്വ എന്ന് പറയുന്നത്. واصنع كماش فوق أرض شوك يحذر ما يرى, മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിയിലൂടെ നടക്കുന്നവനെ പോലെ നീ പ്രവർത്തിക്കുക. മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ ഒരാൾ ഓരോ കാൽവെപ്പും ശ്രദ്ധിച്ചുകൊണ്ടാണ് വെക്കുക. ലാ തഹ്ഖിറന്ന സഗീറതൻ, ഒരു ചെറിയ പാപത്തെയും നീ നിസാരമായി കാണരുത്. ഇന്നൽ ജിബാല മിനൽ ഹസ, കാരണം വലിയ പർവ്വതങ്ങൾ ഉണ്ടായിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു കല്ലുകൾ കൂടി ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ട് ചെറിയ തിന്മയെ നീ നിസാരമായി കാണാതിരിക്കുക. ഇതാണ് തഖ്വ എന്ന് പറയുന്നത്. നോക്കൂ, തഖ്വ അള്ളാഹു മുൻഗാമികൾക്കും പിൻഗാമികൾക്കും പഴയകാലക്കാർക്കും പിന്നെ വന്നവർക്കും എല്ലാം ഒരുപോലെ നൽകിയ അള്ളാഹുവിൻ്റെ വസിയ്യത്താണ്.
അള്ളാഹു ഖുർആനിൽ പറഞ്ഞു വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. വലഖദ് വസ്സൈനൽ ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുൻപ് കിതാബ് നൽകപ്പെട്ടവർക്കും വഇയ്യാകും, നിങ്ങൾക്കും നാം വസിയത്ത് നൽകിയിരിക്കുന്നു അനിത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന്. അള്ളാഹു മനുഷ്യരെ ഒന്നാകെ വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ അയ്യുഹന്നാസു ഇത്തഖൂ റബ്ബക്കും, മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കുക. മുഅ്മിനീങ്ങളെ മാത്രം വിളിച്ച് അള്ളാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ്, മുഅ്മിനുകളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. നബിയെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ്. നോക്കൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചിട്ട് അള്ളാഹു പറയാണ് ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ഉപദേശം എത്ര മഹത്വമുള്ളയാൾക്കും നൽകാം, കുഴപ്പമില്ല. അതിലൊരാളും പ്രയാസപ്പെടേണ്ടതില്ല, മറിച്ച് അതൊരാളെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത്. തഖ്വയുടെ കാര്യം നിനക്കൊരാൾ ഓർമ്മപ്പെടുത്തി തന്നാൽ നീ അവന് നന്ദി പറയണം, നീ അതിൽ സന്തോഷിക്കണം. കാരണം അള്ളാഹു അവൻ്റെ നബിയെ വിളിച്ചിട്ടാണ് പറയുന്നത് യാ അയ്യുഹൻ നബിയ്യു ഇത്തഖില്ലാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും ശ്രേഷ്ഠതയുള്ള സഹാബിമാരെ അവർക്ക് നൽകിയ ഉപദേശമാണ്, മുആദിനെ പോലെയുള്ള പണ്ഡിത ശ്രേഷ്ഠർക്ക് നൽകിയ ഉപദേശമാണെന്ന് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, എവിടെയായിരുന്നാലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. അതുകൊണ്ട് പണ്ഡിതനാകട്ടെ പാമരനാകട്ടെ, ആലിമാകട്ടെ ജാഹിലാകട്ടെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ചെറുപ്പക്കാരനാകട്ടെ വൃദ്ധനാകട്ടെ, രാജാവാകട്ടെ പ്രജകളിൽ ഒരാളാകട്ടെ, ആരോടും പറയാം, ആർക്കും ആവശ്യമുള്ള ഉപദേശമാണ് ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ഉപദേശം. ഇത് ഈമാൻ മനസ്സിലുള്ളവരെ തിന്മയിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കേണ്ട വാക്കാണ് ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന വാക്ക്. മറിയം റളിയല്ലാഹു അൻഹ അവരുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഒരൊറ്റ പുരുഷൻ്റെ വേഷത്തിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ, ഞാൻ റഹ്മാനായ അള്ളാഹുവിനോട് കാവൽ തേടുന്നു, നീ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിൽ. തഖ്വ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് മനുഷ്യനാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ പറയുന്നത്. കാരണം തഖ്വ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് ഈമാനുള്ള ഒരുവൻ ആ വാക്ക് കേട്ടാൽ അവൻ ചെയ്യാനൊരുങ്ങുന്ന തിന്മയിൽ നിന്ന് പിന്തിരിയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുഹയിലകപ്പെട്ട 3 പേരുടെ കഥ പറഞ്ഞപ്പോൾ അതിൽ വിചാരത്തിനൊരുങ്ങിയ അതിനുള്ള ചിട്ടവട്ടങ്ങളെല്ലാം ഒരുങ്ങി അതിൻ്റെ മുന്നിലെത്തിയപ്പോൾ അയാളോട് ആ പെണ്ണ് പറഞ്ഞു ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. ആ വാക്ക് അയാളെ പിന്തിരിപ്പിച്ചു. അതിനുള്ള എല്ലാ അവസരം ഒരുങ്ങിയിട്ടും അയാളെ അത് പിന്നോട്ടടിപ്പിച്ചു. അതുകൊണ്ട് ഇത്തഖില്ലാഹ് എന്ന ഉപദേശം ആർക്കും ആവശ്യമുള്ളതാണ്. മാത്രമല്ല അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, ഉഇദ്ദത് അത് ഒരുക്കി വയ്ക്കപ്പെട്ടിട്ടുള്ളത് ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്കുള്ളതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നബിയുടെ ഒരു ഉപദേശം കേട്ടപ്പോൾ ആളുകളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയപ്പോൾ അവരുടെ ഹൃദയങ്ങൾ നടുങ്ങിയപ്പോൾ അവർ നബിയോട് ചോദിച്ചു റസൂലല്ലാഹ് കഅന്നഹ മൗഇളതു മുഅദ്ദിൻ ഫഔസിന, നബിയെ ഇത് വിടവാങ്ങിപ്പോകുന്ന ഒരാളുടെ ഉപദേശം പോലെ ഉണ്ടല്ലോ, ഫഔസിന, അതുകൊണ്ട് ഞങ്ങൾക്കൊരു വസിയത്ത് നൽകിയാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു ഉസീകും ബിതഖ്വല്ലാഹ്, ഉസീകും ബിതഖ്വല്ലാഹ്, തഖ്വ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. സലഫുകളിൽ മുൻഗാമികളിൽ നിരവധി ആളുകൾ മരണവേളയിൽ അവരുടെ മക്കൾക്ക് നൽകിയ വസിയത്തിൽ നമുക്ക് കാണാം ഇത്തഖില്ലാഹ്, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുകയെന്ന്. മരണവേളയിൽ അവർ അവരുടെ മക്കൾക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും നൽകിയ വസിയത്താണ് ഇത്തഖില്ലാഹ്. അതുകൊണ്ട് സഹോദര, നീ നിൻ്റെ മക്കൾക്ക് വിട്ടേച്ചു പോകുന്ന, അവർക്ക് ബാക്കിയാക്കി പോകുന്ന സമ്പത്തിൽ ഏറ്റവും വിലപ്പെട്ടത് തഖ്വയാണ്. അത് നീ അവർക്ക് ബാക്കി വെച്ചിട്ട് പോയാൽ നിൻ്റെ മീറാസായി, നിൻ്റെ അനന്തര സ്വത്തായി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന പാഠമെങ്ങാനും അവർ നിന്നിൽ നിന്ന് ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അൽഹംദുലില്ലാഹ്, അതിനോളം വലിയൊരു ഖൈർ വേറെയില്ല, അതിനോളം വിലപ്പെട്ട മറ്റൊന്നുമില്ല. നീ ഒരു സ്വത്തും അവർക്ക് വേണ്ടി ബാക്കി വെച്ചില്ല എങ്കിലും, അത് നിനക്ക് സാധിച്ചില്ല എങ്കിൽ, നിനക്ക് അവർക്ക് വേണ്ടി വലിയ കെട്ടിടങ്ങളോ സ്വർണമോ വെള്ളിയോ ബാക്കി വെച്ച് പോകാൻ നിനക്ക് സാധിച്ചില്ല, പക്ഷേ തഖ്വ നീ അവരെ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ സുബ്ഹാനല്ലാഹ്, അതിനോളം വിലപ്പെട്ട മറ്റൊന്നും നാളെ പരലോകത്ത് നന്ദിയോടെ അവർ നിന്നെ കാണാൻ മറ്റൊന്നും വേണ്ടതില്ല. അതുകൊണ്ടാണ് ലുഖ്മാൻ എന്ന മഹാനായ മനുഷ്യൻ പഴയ കാലത്ത്
തൻ്റെ മകനെ ഉപദേശിച്ച ഉപദേശങ്ങളിൽ അള്ളാഹു പറഞ്ഞത് കാണാം, യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫീ السماوات ഔ ഫിൽ അർദി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനയ്യ, ഓ എൻ്റെ കുഞ്ഞുമോനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരണുമണി തൂക്കമുള്ള ഒരു വസ്തുവാണെങ്കിലും, ഫതകുൻ ഫീ സഖറ, അതൊരു പാറക്കല്ലിനകത്താണ് എങ്കിലും, ഔ ഫി സമാവാത്ത്, അല്ലെങ്കിൽ ആകാശങ്ങളിൽ എവിടെയെങ്കിലും, ഔ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലുമാണ് അതെങ്കിലും, യഅതി ബിഹാ അല്ലാഹ്, അല്ലാഹു അത് കൊണ്ടുവരും. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ, അല്ലാഹു ലതീഫാണ്, അവനെല്ലാം അറിയുന്നവനാണ്. ഖബീറാണവൻ, സൂക്ഷ്മമായി എല്ലാം അറിയുന്നവനാണ്. ലത്തീഫിൻ്റെ മറ്റൊരർത്ഥമാണ് അള്ളാഹു വിചാരിക്കാത്ത വഴിയിലൂടെ കാര്യങ്ങൾ, അവൻ ഉദ്ദേശിച്ച കാര്യം നടപ്പിലാക്കിയെടുക്കുന്നവനാണ്. അപ്പോൾ നോക്കൂ, ഇത് മക്കൾക്ക് നൽകാവുന്ന വസിയത്തുകളിൽ ഏറ്റവും നല്ല വസിയത്താണ്, കുട്ടികളെ പഠിപ്പിക്കാവുന്ന ഏറ്റവും നല്ല വസിയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഫഅഖിഫ്ഹും ബില്ലാഹ്, നിങ്ങൾ അവരെ റബ്ബിനെ കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തുക. അള്ളാഹു കാണും മോനെ, അള്ളാഹു കാണും മോളെ എന്നവരെ പഠിപ്പിക്കുക. ആ പാഠം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാക്കുക. ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, കുട്ടികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച പേരുകളിൽ ഏറ്റവും നല്ല പേരുകളാണ് അബ്ദുല്ലാഹ്, അബ്ദുറഹ്മാൻ, ഈ രണ്ട് പേരുകൾ. കാരണം ചെറിയ മക്കൾ അവരുടെ നാവ് ചലിച്ചു തുടങ്ങിയാൽ, സംസാരിച്ചു തുടങ്ങിയാൽ ആദ്യം പഠിക്കുന്ന വാക്കുകളിൽ നിന്നൊന്നാണ് സ്വന്തം പേര്. സ്വന്തം പേര് അപ്പോൾ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവന് മനസ്സിലാകും, ആകാശങ്ങൾക്ക് മുകളിൽ, 7 ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിലുള്ള എൻ്റെ റബ്ബിൻ്റെ അടിമയാണ് ഞാൻ, അവൻ്റെ അബ്ദാണ് ഞാൻ എന്നവൻ ചെറിയ പ്രായത്തിലേ പഠിക്കട്ടെ. എന്നിട്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, അതുകൊണ്ടാണ് അഹ്ലുൽ കിതാബ്, പഴയ കാലത്ത് കിതാബ് നൽകപ്പെട്ട ആളുകൾ അവരുടെ മക്കൾക്ക് ധാരാളമായി പേര് നൽകാറുണ്ടായിരുന്നു. ഇമ്മാനുവേൽ എന്ന പേര് ഇന്നും ക്രൈസ്തവർക്കിടയിലും മറ്റും ആ പേര് കാണാം. ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞു, അതിൻ്റെ അർത്ഥം ഇലാഹുന മഅന എന്നാണ്, നമ്മുടെ ഇലാഹ് നമ്മോടൊപ്പമുണ്ട് എന്നതാണ്. അപ്പോൾ നോക്കൂ, മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഈ പാഠം, റബ്ബ് നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന പാഠം പഠിപ്പിച്ചാൽ അൽഹംദുലില്ലാഹ്, അത് സഹോദരങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് പകരം നിൽക്കും. ഒരു വലിയ പണ്ഡിതനാക്കാൻ അതിനാക്കാൻ സാധിച്ചില്ലെങ്കിൽ, കാരണം അതെല്ലാവർക്കും സാധിക്കുകയില്ല. കുട്ടികളെല്ലാവരെയും ദീനിൽ ആഴത്തിൽ വിജ്ഞാനമുള്ളവരാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഇമാമുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തുഹ്ഫത്തുൽ മൗദൂദ് ഫി അഹ്കാമിൽ മൗലൂദ് എന്ന കിതാബിൽ പറഞ്ഞത് കാണാം, കുട്ടികൾ അവർ പല അഭിരുചികളുള്ളവരായിരിക്കും, പല പല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ അഭിരുചിയുള്ളവർ, കുതിരപ്പുറത്ത് കയറാനും അങ്ങനെയുള്ള സാഹസങ്ങൾക്കും അഭിരുചിയുള്ളവർ, പഠിക്കാൻ, ശർഈയ വിജ്ഞാനം പഠിക്കാൻ അഭിരുചിയുള്ളവർ. നീ അവർ എല്ലാവർക്കും നിർബന്ധമായൊരു വിജ്ഞാനമുണ്ട്. ഇസ്ലാമികളുടെ അടിസ്ഥാന വിശ്വാസം, ശുദ്ധീകരണം, നിസ്കാരം പോലുള്ള അടിസ്ഥാന പാഠങ്ങൾ അതെല്ലാവർക്കും പഠിക്കുക നിർബന്ധമാണ്. അത് കഴിഞ്ഞാൽ, അത് പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നീ അവൻ്റെ താല്പര്യം നോക്കുക, എങ്ങോട്ടാണ് അവന് ചായ വന്ന് അവന് കൂടുതൽ എളുപ്പമായതെന്ന് നീ നോക്കുക, എന്നിട്ട് അതിനനുസരിച്ച് നീ കൊണ്ടുപോവുക. എല്ലാവരെയും നിനക്ക് പണ്ഡിതന്മാരാക്കാൻ സാധിക്കുകയില്ല, പക്ഷേ ഈ പാഠം നീ അവർക്ക് പഠിപ്പിച്ചു പോയാൽ, ഇത് അവർ നിന്നിൽ നിന്ന് നേടിയെടുത്താൽ അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് നോക്കൂ നിങ്ങൾ, മരണശേഷം ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ നബി എണ്ണിയ ഒന്നെന്താണ്? അവ്വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. വെറും വലതെന്ന് പറഞ്ഞ് നബി നിർത്തിയില്ല, സാലിഹായ സന്താനം. പണ്ഡിതന്മാർ പറഞ്ഞു, കാരണം നിന്റെ സന്താനം സാലിഹല്ല എങ്കിൽ പിന്നെ നീ അവനിൽ നിന്നൊരു ഖൈറും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹായ സന്താനം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. ഈ ഹദീസിൽ രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് വഅത്ബിഇ അസ്സയ്യിഅത അൽഹസനത തംഹുഹ, ഒരു തിന്മ ചെയ്തു പോയാൽ നീ അതിൻ്റെ പിന്നാലെ ഒരു നന്മ ചെയ്യുക, നന്മ തിന്മയെ മായ്ച്ചു കളയുക. കാരണം ഒരാൾ തഖ്വയിൽ ഏത് ഉയർന്ന ദറജയിലെത്തിയാലും ശരി, എത്രമാത്രം ഒരാൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവനായാലും ശരി, തെറ്റുപറ്റുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതത്തിലുള്ളതാണ്. അതില്ലാതെ ഒരു മനുഷ്യൻ ഉണ്ടാവുകയില്ല. ഒരു തെറ്റും ചെയ്യാത്തൊരാൾ അങ്ങനെ ഒന്നില്ല, മനുഷ്യൻ്റെ പ്രകൃതിയിലുള്ളതാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ബനി ആദമ ഖത്താ,
വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദമിൻ്റെ മക്കളെല്ലാം ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കുന്നവരാണ്. ഖത്താ എന്ന് പറഞ്ഞാൽ ഖത്ത പലത് പറ്റുന്നവനാണ്. വഖൈറുൽ ഖത്താഈൻ അത്തവ്വാബൂൻ. അബദ്ധം സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ലവർ തൗബ ചെയ്യുന്നവരാണ്. കാരണം തൗബ ചെയ്താൽ അവൻ ആ തിന്മയെ മായ്ച്ചു കളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനൽ ദംബി കമൻ ലാ ദംബ ലഹ്. തിന്മയിൽ നിന്ന് തൗബ ചെയ്തവൻ തിന്മ ചെയ്യാത്തവനെ പോലെയാണ്. നമ്മുടെ പിതാവ്, മനുഷ്യ പിതാവ് ആദം അലൈഹിസ്സലാമിൻ്റെ മാതൃകയാണ് അബദ്ധം പറ്റിയാൽ തൗബ ചെയ്ത് മടങ്ങുക എന്നത്. അതുകൊണ്ട് അബദ്ധം പറ്റി ഒരാൾ തൗബ ചെയ്താൽ ഫഖദ് ശാബഹ അബാഹ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അവൻ തൻ്റെ ഉപ്പയെ പോലെ ആയിരിക്കുന്നു. തൻ്റെ ഉപ്പയെ പോലെ ആയാൽ ഒരാളെ കുറ്റം പറയാവതല്ല, കാരണം അവനവൻ്റെ ഉപ്പാനെ പോലെയാണ്. അതുകൊണ്ട് നീ അബദ്ധം പറ്റിയാൽ എന്ത് ചെയ്യുക? നിന്റെ പിതാവിനെ പിൻപറ്റുക. നിന്റെ പിതാവിൻ്റെ മാതൃക ഏതിനാണ്? തൗബ ചെയ്യുന്നതിനാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അതാണ് നമ്മുടെ ഉമ്മയുടെ ഉപ്പയുടെ മാതൃക. ഞങ്ങൾ റബ്ബെ, ഞങ്ങളോട് തന്നെ അതിക്രമം പ്രവർത്തിച്ചു പോയിരിക്കുന്നു. വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ, നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, നീ ഞങ്ങളോട് കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. നൂഹ് അലൈഹിസ്സലാം ഇതേ ദുആ ചെയ്ത് നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. വഇൻ ലം തഗ്ഫിർ ലി വതർഹംനി അകുൻ മിനൽ ഖാസിരീൻ. അല്ലാഹു, നീ എനിക്ക് പുറത്തു തന്നില്ല എങ്കിൽ, നീ കരുണ ചൊരിഞ്ഞില്ല എങ്കിൽ ഞാൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലാണ്. നോക്കൂ, തിന്മയെ മായ്ച്ചു കളയാനുള്ള പ്രധാനപ്പെട്ട വഴികളിലൊന്നാണ് അതിൻ്റെ പിന്നാലെ ഒരു നന്മ ചെയ്യുക എന്നത്. അതിൻ്റെ പിന്നാലെ ചെയ്യാവുന്ന നന്മകളിൽ ഒരു അബദ്ധം സംഭവിച്ചാൽ ചെയ്യാവുന്ന നന്മകളിൽ ഏറ്റവും നല്ല നന്മയാണ് വുദൂ ചെയ്യുക, 2 റക്അത്ത് നിസ്കരിക്കുക എന്നത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, സൂറത്തു ആല ഇംറാനിൽ നമുക്ക് കാണാം, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും ദക്കറുല്ലാഹ് വസ്തഗ്ഫറൂ ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. സ്വർഗം ലഭിക്കുന്ന മുഅ്മിനീങ്ങൾ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ, സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയാൽ അള്ളാഹുവിനെ ഓർക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്നവരാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, പാപം പൊറുക്കാൻ അള്ളാഹു അല്ലാതെ മറ്റാരുണ്ട്. വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ ചെയ്ത തിന്മയിൽ തന്നെ അവർ ഉറച്ച് അതിൽ തന്നെ തുടർന്നു പോവുകയില്ല, തിരുത്തും. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മ സംഭവിക്കുന്നിടത്തല്ല അപകടം. പിന്നെ എവിടെയാണ്? അതിൽ തന്നെ നീ തുടർന്നു പോകുന്നതിനാണ്, അവിടെയാണ് അപകടം. അത് തിരുത്താതെ പോകുന്നതിനാണ് അപകടം. ഞാൻ ഈ ഓതിയ ആയത്തിൽ സൂറത്ത് ആല ഇംറാനിൻ്റെ തഫ്സീർ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം, 4 ഖുലഫാകളിൽ നിന്ന് അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ 4 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും ഒരു തിന്മ സംഭവിച്ചു പോയാൽ അയാൾ നന്നായി വുദൂ ചെയ്ത് ശ്രദ്ധയോടെ 2 റക്അത്ത് നിസ്കരിച്ചാൽ അള്ളാഹുവിനോട് പാപമോചനം തേടിയാൽ അവൻ ആ തിന്മ അള്ളാഹു പുറത്തു കൊടുക്കുന്ന 4 ഖലീഫമാരെ ഹദീസ് ഉദ്ധരിച്ചിരിക്കും. ആ ആയത്തിൻ്റെ താല്പര്യം നോക്കൂ നിങ്ങൾ. തിന്മ സംഭവിച്ചു പോയാൽ ദക്കറുല്ലാഹ്, അവർ അള്ളാഹുവിനെ സ്മരിക്കും. അള്ളാഹുവിനുള്ള ദിക്റിൽ ഏറ്റവും നല്ലതാണ് നിസ്കരിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു തിന്മ ചെയ്താൽ ഉടനെ നീ നന്മ ചെയ്യുക, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, പൊതുവെ തിന്മകളെ മായ്ച്ചു കളയുക, നന്മ തിന്മയെ മായ്ച്ചു കളയുമെന്ന് പറഞ്ഞാൽ ഒരു നന്മ ചെയ്തത് കൊണ്ട് നമ്മുടെ തിന്മ മായ്ക്കപ്പെടും. ശരിയാണ്. അള്ളാഹു ഖുർആനിൽ പറഞ്ഞു, ഇന്നൽ ഹസനാതി യുദ്ഹിബുന അസ്സയ്യിആത്ത് ദാലിക ദിക്റാ ലിദ്ദാക്കിരീൻ. നന്മകൾ തിന്മകളെ ഇല്ലാതാക്കി കളയും, നീക്കിക്കളയും. പക്ഷേ നന്മകൾ പൊതുവെ നീക്കിക്കളയുക ചെറിയ ചെറിയ പാപങ്ങളെയാണ്. വലിയ പാപങ്ങളാണോ അതിന് പ്രത്യേകം തൗബ തന്നെ വേണ്ടിവരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസ് വൽ ജുമുഅതു ഇലാ ജുമുഅ വറമദാനു ഇലാ റമദാൻ മുകഫിറാത്തുൻ മാ ബൈനഹുൻ മജ്തുനിബത്തിൽ കബായിർ. 5 നേരത്തെ നിസ്കാരം, ഒരു ജുമുഅ തൊട്ട് ഒരു ജുമുഅ വരെ, ഒരു റമദാൻ തൊട്ട് അടുത്ത റമദാൻ വരെ, അതിനിടയിലുള്ള തിന്മകളെ മായ്ച്ചു കളയും, വൻ പാപങ്ങൾ ഉപേക്ഷിച്ചാൽ. ഇതാണ് പൊതുവേയുള്ള നിയമം. മനസ്സിലായില്ലേ? പൊതുവേയുള്ള നിയമം ഇങ്ങനെയാണ്. അതേസമയം ചില സന്ദർഭങ്ങളിൽ ചില നന്മകൾ അത് ചെയ്യുന്ന ആളുടെ നീയത്തിൻ്റെ
വലിപ്പവും ആ നന്മകളുടെ സ്വാധീനവും കൊണ്ട് ചിലപ്പോൾ വലിയ വലിയ പാപങ്ങളെ തന്നെ മായ്ച്ചു കളഞ്ഞേക്കാം. ചില നന്മകൾ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകളിലുള്ളതുപോലെ, ഒരു ഹദീസിൽ നിങ്ങൾ കേട്ടിട്ടില്ല, ഒരു ബഗിയത്തായ സ്ത്രീയാണ്, വ്യഭിചാരിണിയായ സ്ത്രീയാണ്. മറ്റൊരു ഹദീസിൽ ഒരു പുരുഷനാണ് എന്നും വന്നിട്ടുണ്ട്. ഇങ്ങനെ നടന്നു പോവുകയാണ്, വിശന്നിട്ടാണ്, ദാഹിച്ചിട്ടാണ് നടക്കുന്നത്. ഒരു കിണർ കണ്ടു. ആ കിണറ്റിനകത്തേക്ക് ഇറങ്ങി വെള്ളം കുടിച്ച് പുറത്തേക്ക് വന്നപ്പോഴാണ് കാണുന്നത് ഒരു നായ ദാഹിച്ച് അതിൻ്റെ നാവ് കൊണ്ടിങ്ങനെ മണ്ണിൽ നാവിട്ടിളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം അല്ലെങ്കിൽ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ദാഹിച്ചിട്ട് നേരത്തെ എത്തിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഈ ജന്തു എത്തിയിട്ടുള്ളത്. എന്നിട്ട് ആ കിണറ്റിലേക്ക് ഇറങ്ങി തൻ്റെ ഷൂസിൽ വെള്ളം നിറച്ച് അത് കടിച്ചു പിടിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് അതിന് വെള്ളം കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആ നന്മ കൊണ്ട് അള്ളാഹു അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തിന്മ പുറത്തു കൊടുത്തു, പാപങ്ങൾ പുറത്തു കൊടുത്തു. ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാബത്ത് ചോദിച്ചു, നബിയെ, ജന്തുക്കൾക്ക് നന്മ ചെയ്തു കൊടുത്താൽ നമുക്ക് പ്രതിഫലം ലഭിക്കുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ. ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്ർ. പച്ചക്കരളുള്ള ഏത് ജന്തുവിലും നിനക്ക് നന്മയുണ്ട്, അതിന് നന്മ ചെയ്തു കൊടുത്താൽ. നായ എന്ന് പറയുന്നത് ഐനൻ നജസായ ഒരു ജന്തുവാണ്. നജസാണ് ആ ജന്തു. അതിൻ്റെ നാവ് അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ നനവോടെ നമ്മുടെ വസ്ത്രത്തിലോ മറ്റോ ആയാൽ 7 തവണ കഴുകണം. അതിനൊരു തവണ മണ്ണ് പുരട്ടിയിട്ടാണ്, മണ്ണ് കലർത്തിയ വെള്ളം കൊണ്ടാണ്. പല സന്ദർഭങ്ങളിൽ ഉപദ്രവിക്കുന്ന, കടിക്കുന്ന സന്ദർഭങ്ങളിൽ ദീൻ അതിനെ കൊല്ലാൻ അനുവാദം നൽകിയിട്ട് അങ്ങനെയുള്ള ജന്തുവാണത്. പക്ഷെ അതിന് നന്മ ചെയ്തു കൊടുത്തപ്പോൾ അള്ളാഹു നൽകിയ പ്രതിഫലമാണ്. യാ സുബ്ഹാനല്ലാഹ്. എങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു മനുഷ്യന്, ദാഹിച്ചൊരു മനുഷ്യനാണ് ഒരാൾ വെള്ളം കൊടുത്തതെങ്കിലോ പ്രതിഫലം എന്തായിരിക്കും? സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ എന്ന് പറയുകയാണ്, നബിയെ, ഞാൻ ആടിനെ അറുക്കാറുണ്ട്, എനിക്ക് അതിനോട് റഹ്മത്ത് തോന്നും, അതിനോട് കരുണ തോന്നും, ഞാനതിനെ അറുക്കാറുണ്ട്, എനിക്ക് അതിനോട് റഹ്മത്ത് തോന്നും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുകയാണ്, വശാതു ഇൻ റഹിംതഹാ റഹിമകല്ലാഹ്. നീ ആടിനോട് നിനക്ക് കരുണ തോന്നിയോ, നീ അതിനോട് കാരുണ്യം കാണിച്ചോ, റഹിമകല്ലാഹ്, അള്ളാഹു നിനക്ക് റഹ്മത്ത് വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്, ഒരാടിനെ അറുക്കാൻ വേണ്ടി അതിൻ്റെ പുറത്ത് കാലെടുത്ത് വെച്ച് തൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വേറെ എവിടുന്നെങ്കിലും ചെയ്തുകൂടെ? അത് പല മരണം മരിക്കാനാണോ നീ ഉദ്ദേശിക്കുന്നത്? ഒരുപാട് മരണം മരിക്കുക. കാരണം അത് ഈ ആയുധം മൂർച്ച കൂട്ടുന്നത് കണ്ടാൽ അത് മനസ്സിലാവുമെന്ന് ആ ഹദീസിൽ പാഠമുണ്ട്. അത് മനസ്സിലാവും. അങ്ങനെ ചെയ്യരുത്. മറിച്ച് അപ്പുറത്തെവിടെയെങ്കിലും പോയി നീ അതിനെ കത്തിക്ക് മൂർച്ച കൂട്ടുക, ഒന്നിൻ്റെ മുന്നിൽ നിന്ന് മറ്റൊന്നിനെ അറുക്കാതിരിക്കുക. നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, റഹ്മത്തിൻ്റെ ഈ പാഠങ്ങളിൽ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, കൊല്ലാൻ നമുക്ക് അനുവാദമുള്ള ജന്തുക്കളെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇദാ ഖതൽതും ഫഅഹ്സിനു അൽ ഖിത്ല. കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അതിൽ ഇഹ്സാൻ കാണിക്കണമെന്ന് പണ്ഡിതന്മാർ ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ പറയുകയുണ്ടായി. ഒരു എലിയെ ഒരാൾ കൊല്ലുകയാണ് എങ്കിൽ പോലും അതിനെ ഉപദ്രവിച്ച് കൊല്ലരുത്, വേഗം ഒന്ന് കൊന്നേക്കണം. മനസ്സിലായില്ലേ? ഉദാഹരണത്തിന് ആധുനിക പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അതിനെ ഒട്ടിപ്പിടിക്കുന്ന കെണി വെച്ച് പിടിക്കാറുണ്ട്. അങ്ങനെ പിടിച്ച് അതിൽ ഒട്ടിപ്പിടിച്ചാൽ നീ വേഗം അതിനെ കൊല്ലണം. അല്ലാതെ അതിൽ കിടന്ന് കുറേ സമയം അതിങ്ങനെ ബുദ്ധിമുട്ടി, അല്ലെങ്കിൽ വേറെ ജന്തുക്കൾ അതിൽ വന്ന് വീണ് അതും ബുദ്ധിമുട്ടി, അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഈ ദീനിൻ്റെ കാര്യം എത്ര അത്ഭുതമാണ്. ഈ ദീനിൻ്റെ കാര്യം എത്ര അത്ഭുതമാണ്. കൊല്ലാൻ അനുവാദമുള്ള ജന്തുവിനെ പോലും, അറുക്കാൻ അനുവാദമുള്ള ജന്തുവിനെ പോലും ആ അറവിലും അതിനെ കൊല്ലുന്നതിലും ഇഹ്സാൻ കാണിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫി കുല്ലി ഷൈ. അല്ലാഹു എല്ലാ കാര്യത്തിലും ഇഹ്സാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല വഇദാ ദബഹ്തും ഫഅഹ്സിനുൽ ദിബ്ഹ. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ഇഹ്സാനോടെ കൊല്ലുക, അറുക്കുകയാണെങ്കിൽ ഇഹ്സാനോടെ അറുക്കുക. വലിയുരിഹ് അഹദുക്കും ദബീഹതഹ വലിയുഹിദ് അഹദുക്കും ശഫറതഹ വലിയുരിഹ് ദബീഹതഹ. നിങ്ങൾ ഓരോരുത്തരും തൻ്റെ കത്തിക്ക് മൂർച്ച കൂട്ടണം, പെട്ടെന്ന് അറുക്കണം. അതുപോലെ തൻ്റെ അറവ് മൃഗത്തിന് ആശ്വാസം നൽകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നന്മകൾ അത് ചിലപ്പോൾ അത് ചെയ്യുന്ന നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ വലിയ പാപങ്ങൾ വരെ തകർത്ത് കളഞ്ഞേക്കാം, പക്ഷെ പൊതുവെ എന്താണ് സ്ഥിതി?
നന്മകൾ കൊണ്ട് മായ്ക്കപ്പെടുക ചെറിയ ചെറിയ തിന്മകളാണ്. വലിയ തിന്മയാണോ അത് മായ്ക്കപ്പെടാൻ പ്രത്യേകം തൗബ തന്നെ ചെയ്യണം, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങണം. എന്താണ് തൗബയുടെ നിബന്ധനകൾ? ചെയ്തു പോയ തിന്മയിൽ ഖേദം വേണം. നീ ആ തിന്മകൾ ചെയ്ത കാലത്തെ ഓർത്ത് എത്ര മനോഹരമായ ദിനങ്ങളായിരുന്നു അത് എന്ന് ആലോചിക്കുന്നുവെങ്കിൽ നിന്റെ തൗബ ശരിയായിട്ടില്ല. മനസ്സിൽ ആ തിന്മ നീ മനസ്സിലിട്ട് താലോലിക്കുകയാണ്, പണ്ട് ചെയ്ത തിന്മകൾ, നിന്റെ തൗബ ശരിയായിട്ടില്ല. ആ ചെയ്തതിൽ നിനക്ക് ഖേദം വേണം. അന്ന് കിട്ടാളൊക്കെ കിട്ടി എന്ന ചിന്തയാകരുത്, മറിച്ച് ആ ചെയ്തതിൽ നിനക്ക് ഖേദമുണ്ടായിരിക്കണം, എങ്കിലേ തൗബയാവും. രണ്ടാമത്തെ ആ തൗബ ആ തിന്മ അവസാനിപ്പിക്കണം. അവസാനിപ്പിച്ചാലേ എന്തുള്ളൂ? തൗബയുള്ളൂ. അല്ലാതെ ഒരാൾ ഒരു തിന്മ ചെയ്തുകൊണ്ടിരിക്കെ എന്തില്ല? തൗബയില്ല. അത് അവസാനിപ്പിച്ചിട്ടാണ് തൗബ ചെയ്യേണ്ടത്, നിർത്തിയിട്ടാണ് തൗബ ചെയ്യേണ്ടത്. മൂന്നാമത്തേത്, അത് ഇനി ആവർത്തിക്കുകയില്ല എന്ന തീരുമാനം നീ മനസ്സിലെടുക്കണം. ഈ 3 നിബന്ധനകൾ ഉണ്ടെങ്കിലേ തൗബ ശരിയാകും. ശരി, അങ്ങനെ തൗബ ചെയ്തു, പിന്നീട് നീ ആ തെറ്റിൽ വീണ്ടും വീണുപോയാൽ നേരത്തെ ചെയ്ത തൗബ ബാത്തിലാവുകയില്ല, അത് തൗബ തന്നെയാണ്, ആ തൗബ ബാത്തിലാവുകയില്ല. ഇനി വീണ്ടും തിന്മ സംഭവിച്ചാൽ വീണ്ടും തൗബ ചെയ്യുക എന്നത് നിർബന്ധമാണ്. എത്ര തവണ തിന്മ സംഭവിച്ചാലും ഉടനെ തൗബ ചെയ്യുക എന്നത് വാജിബാണ്. തൗബ ചെയ്തില്ല എങ്കിൽ തൗബ ചെയ്യാത്തതിന് കുറ്റമുണ്ട്, തൗബ വൈകിപ്പിച്ചതിന് കുറ്റമുണ്ട്. ശരിക്കും ശ്രദ്ധിക്കണം. അള്ളാഹു പറഞ്ഞു, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ ലഅല്ലകും തുഫ്ലിഹൂൻ. മുഅ്മിനുകളെ, നിങ്ങൾ വേഗം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, തൗബ ചെയ്യുക. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ വേണ്ടി. അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അവിടെ, അതുകൊണ്ട് അത് വേഗം നടപ്പിലാക്കിയ നിർബന്ധമാണ്. അതുകൊണ്ട് തിന്മ ചെയ്താൽ കുറ്റമുണ്ട് എന്നതുപോലെ തൗബ വൈകിപ്പിച്ചാൽ അതിന് കുറ്റമുണ്ട്. വേഗം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം, വൈകിപ്പിക്കാൻ ഒരിക്കലും പാടില്ല. മനുഷ്യരുമായുള്ള ഇടപാടാണെങ്കിൽ നേരത്തെ പറഞ്ഞ 3 നിബന്ധനകൾക്ക് പുറമെ ഒരു നിബന്ധന കൂടി വരും. എന്താണത്? അത് അവരുമായി കൂടി തീർക്കണം. ഒരാളുടെ സമ്പത്ത് അന്യായമായി കവർന്നെടുത്തിട്ടുണ്ടോ അതിനോട് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കണം. ഒരാൾ അടിച്ചിട്ടുണ്ടോ എങ്കിൽ അവനെ മുന്നിൽ ചെന്ന് എന്നെ തിരിച്ചടിച്ചോളെന്ന് പറയണം. അല്ല, വേണ്ട, അയാൾ പൊരുത്തപ്പെട്ടു എന്നാൽ കഴിഞ്ഞു. ഒരാൾ തെറി പറഞ്ഞിട്ടുണ്ടോ അയാളുടെ അരികിൽ പോയി അത് പൊരുത്തപ്പെടിക്കണം. അയാൾ അറിയാതെയാണ് അയാളെക്കുറിച്ച് എന്തെങ്കിലും മോശമായത് പറഞ്ഞത് എങ്കിൽ, ഒരാൾ അറിയാതെ നമ്മൾ അയാളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞത് എങ്കിൽ അത് അയാളോട് പോയി നേരിട്ട് പറയേണ്ടതില്ല. അയാൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ അത് പോയി ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയേണ്ടതില്ല. കാരണം അത് ചിലപ്പോൾ ബന്ധം മോശമാകുന്നതിലേക്ക്, ശത്രുത ഉണ്ടാക്കുന്നതിലേക്ക് നയിച്ചേക്കും. മറിച്ച് അയാൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ മതി. നീ ആരോട് ആണ് അയാളെക്കുറിച്ച് മോശമായി പറഞ്ഞത് അവരോട് അയാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ മതി. അതല്ലാതെ എന്തു ചെയ്യേണ്ടതില്ല? അയാളോട് പോയി പറയേണ്ടതില്ല. നോക്കൂ, തിന്മ ചെയ്തു പോയാൽ ഉടനെ നന്മ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഏറ്റവും ചുരുങ്ങിയത് നിനക്ക് നിസ്കരിക്കാനോ ഉളു എടുക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നീ ഉള്ളത്. ഒരു തെറ്റ് ചെയ്തു പോയി, എന്തെങ്കിലും പറയുക സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെങ്കിലും പറയും. ഒരു തെറ്റ് നീ ചെയ്തു പോയി, നിസ്കരിക്കാനോ ഉളു ചെയ്യാനോ ഒന്നും പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ഉള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തെങ്കിലും പറയും. കാരണം അത് വലിയ നന്മയാണ്, വാത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹാ. നന്മ തിന്മയെ മായ്ച്ചു കളയും. അല്ലാഹു റബ്ബുൽ ആലമീൻ നിശ്ചയിച്ചിട്ടുള്ള വലിയ അനുഗ്രഹമാണ് നന്മ തിന്മയെ മായ്ച്ചു കളയുമെന്ന്. ഇതുപോലെ തിന്മ നന്മയെ മായ്ച്ചു കളയുമോ? ശിർക്ക് എല്ലാ നന്മയെയും ഇല്ലാതാക്കി കളയും, തകർത്ത് കളയും. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിച്ചാൽ, അള്ളാഹു അല്ലാത്തവർക്ക് കൂടി ബലിയർപ്പിച്ചാൽ സകല നന്മയും അതോടെ തകർന്നു പോകും. എല്ലാ നന്മയും അതോടെ ബാത്തിലായി, ഒരു നന്മയും പിന്നെയില്ല. അതുകൊണ്ടാണ് നോക്കൂ, ഈ ഉമ്മത്തിൽ ശിർക്കുണ്ടായിരിക്കെ അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏറ്റവും ശ്രദ്ധ അതിനാണ് കൊടുക്കേണ്ടത്. നമ്മുടെ എല്ലാ ചിന്തയും അതിനെക്കുറിച്ചായിരിക്കണം. അതിന് താഴെ ഉള്ളത് അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് മാത്രം. അതെല്ലാം ശിർക്കിന് പിന്നിലാണ്. അനാവശ്യമായ ഒരു പ്രയോജനമില്ലാത്ത തർക്കങ്ങളിലേക്ക് ഇന്ന് 24 മണിക്കൂറോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ മാത്രം
ആയുസ്സുള്ള അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ മാത്രം ആയുസ്സുള്ള ഒരുപാട് തർക്കങ്ങളുണ്ട് ലോകത്ത്. നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തൊക്കെ 10-15 കൊല്ലം മുമ്പുള്ള തർക്കങ്ങൾ? എവിടെ പോയി? അതിനുവേണ്ടി തർക്കിച്ചവരും അതിനുവേണ്ടി വാദപ്രതിവാദങ്ങൾ നടത്തിയവരൊക്കെ ഒരു പ്രയോജനവുമില്ല. മറിച്ച് അന്ത്യനാൾ വരെയുള്ള പോരാട്ടമാണ് ശിർക്കും തൗഹീദും തമ്മിലുള്ള പോരാട്ടം, സുന്നത്തും ബിദ്അത്തും തമ്മിലുള്ള പോരാട്ടം. അപ്പോൾ ആ തിന്മയിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചെടുക്കാൻ നിന്നെ കൊണ്ട് കഴിയാവുന്നത് നീ ചെയ്യുക. അള്ളാഹുവെങ്കിൽ നിനക്കത് പ്രയോജനപ്പെടും. നിനക്ക് റബ്ബിനോട് പറയാം, റബ്ബെ നിൻ്റെ ഏറ്റവും വലിയ ഹക്കിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്, നിൻ്റെ ഏറ്റവും വലിയ ഹക്കിന് വേണ്ടി നിന്നെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന കാര്യത്തിനോട്. അതുകൊണ്ട് വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മെ വഴി തിരിച്ചുവിടുന്ന ഒരുപാട് അനാവശ്യ തർക്കങ്ങൾ ഉണ്ടാകും. കുറേ ചില ആളുകൾ ചിലപ്പോൾ മെസ്സേജ് അയക്കും, ഇവിടെ ആകെ തർക്കമാണ്, കുറേ ആളുകൾ അതിൽ കുടുങ്ങിയിട്ടുണ്ട്, കുറേ ആളുകൾ ഇവിടെ കുടുങ്ങിയിട്ടുണ്ട്. അയാളുടെ ചുറ്റുവട്ടത്തുള്ള 4 ആളായിരിക്കും, പക്ഷെ അവൻ തോന്നുന്ന ലോകത്തൊക്കെ ആകമാനം പ്രശ്നം ഇതാണെന്നാണ്. പൊതുവെ അങ്ങനെ നമുക്ക് 4 മെസ്സേജ് ഒരേ മെസ്സേജ് 4 ആളുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ദുനിയാവിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. സ്വാഭാവികമാണ്. പക്ഷെ അതൊന്നുമല്ല, ഇതിന് പുറത്ത് ദുനിയാവ് വിശാലമായി കിടക്കുകയാണ്. ലോകത്ത് ബഹുഭൂരിപക്ഷ ആളുകൾ ഇതൊന്നും കേട്ടിട്ടുണ്ടാവില്ല, കണ്ടിട്ടുണ്ടാവില്ല. നീ അതിന് മറുപടി പറയാൻ ഇറങ്ങിയ ആയിരിക്കും ചിലപ്പോൾ ആളുകൾ ഇത് അറിയുന്നത്. നീ പറഞ്ഞിട്ട് നീ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി. അതൊക്കെ ഇന്നത്തെ മഴയിൽ മുളച്ച് നാളത്തെ വെയിലിൽ ഉണങ്ങാനുള്ളതാണ്. എന്നാൽ തൗഹീദും ശിർക്കും തമ്മിലുള്ള പോരാട്ടം അത് അന്ത്യനാൾ വരെ ഉള്ളതാണ്. സുന്നത്തും ബിദ്അത്തും തമ്മിലുള്ള പോരാട്ടം. അപ്പോൾ അതിനു വേണ്ടി ആയിരിക്കട്ടെ നമ്മുടെ സംഭാവനകൾ, അഥവാ നമ്മുടെ വാക്കും നമ്മുടെ എഴുത്തും അതൊക്കെ ഈ വഴിയിലാകാൻ നമ്മൾ വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് എല്ലാ നന്മകളെയും മായ്ച്ചു കളയുന്ന തിന്മയാണ്, ഇല്ലാതാക്കി കളയുന്ന തിന്മയാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതിന് താഴെയുള്ള വൻ പാപങ്ങൾ നന്മകളെ മായ്ച്ചു കളയുമോ? പൊതുവെ ഒരാൾ നന്മ ചെയ്താൽ അത് നന്മ അവിടെ ഉണ്ടാവും, തിന്മ ചെയ്താൽ തിന്മ അവിടെ ഉണ്ടാവും. പരലോകത്ത് ഇത് രണ്ടും തുലാസുകളിൽ തൂക്കപ്പെടും. നന്മയുടെ തുലാസിലാണോ ഭാരം കൂടുതൽ അവൻ സ്വർഗത്തിനാണ്, തിന്മയുടെ തുലാസിലാണോ ഭാരം കൂടുതൽ അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ അവൻ നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും. നസ്അലുല്ലാഹൽ ആഫിയ വസ്സലാം. എന്നാൽ ചില ഭയാനകരമായ തിന്മകൾ പല നന്മകളെയും നശിപ്പിച്ചേക്കാം. വൻപാപങ്ങൾ, ശിർക്കല്ലാത്ത വൻപാപങ്ങൾ തന്നെ ഒരുപാട് നന്മകളെ തകർത്തേക്കാം. ചില സഹാബിമാരിൽ നിന്ന് അങ്ങനെ അവരുടെ വാക്കുകൾ വന്നിട്ടുണ്ട്. എല്ലാ നന്മയും പൊളിച്ചു കളയുമെന്നല്ല, പക്ഷെ വൻപാപങ്ങൾ ഒരുപാട് നന്മകളെ പല സന്ദർഭങ്ങളിലും തകർത്ത് കളഞ്ഞേക്കാം. അതുകൊണ്ട് തിന്മകളുടെ കാര്യം വിശാലമാക്കരുത്. വൻപാപങ്ങൾ ഒരുപാട് നന്മകളെ ചില സന്ദർഭങ്ങളിൽ തകർത്ത് കളഞ്ഞേക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ മൂന്നാമതായി പറഞ്ഞു, വഖാലിഖുൻ നാസ ബിഖുലുഖിൻ ഹസൻ. വഖാലിഖുൻ നാസ, നീ ജനങ്ങളോട് പെരുമാറുക, ബിഖുലുഖിൻ ഹസൻ, സൽ സ്വഭാവത്തിൽ പെരുമാറുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ഇതിന് മാതൃകയായി മറ്റാരുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് സൽ സ്വഭാവങ്ങൾ, മാന്യമായ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കാനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പൂർത്തീകരിച്ചിരിക്കും. നബിയേക്കാൾ നല്ല ഒരു മാതൃക ഇനി നിനക്ക് ലഭിക്കാനില്ല, ഒരാളുമില്ല. ഒരു നന്മയും ഇനി നിനക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാതെ ഇല്ല. അതുകൊണ്ട് പല ആളുകളും സ്വഭാവ സംസ്കരണം, അതുപോലെ ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ക്ലാസ്സുകൾ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളുടെയും വാക്കുകൾ പകർന്നു നൽകുന്നത് കാണാം. ബർണാഡ് ഷാ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, വിൻസ്റ്റൺ ചർച്ചിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഏത് യുക്തിസഹമായ വാക്കുകളെന്ന് നിനക്ക് തോന്നുന്ന, സതുപദേശങ്ങളെന്ന് തോന്നുന്ന, സാരോപദേശങ്ങളെന്ന് തോന്നുന്ന വാക്കുകൾ നീ കണ്ടാലും നീ മനസ്സിലാക്കുക, അതിനേക്കാൾ ഖൈറായത് അല്ലെങ്കിൽ അതിന് തത്തുല്യമായത് എവിടെയുണ്ട്? ഖുർആനിലും സുന്നത്തിനുമുണ്ട്. അതിലില്ലാത്തൊരു നന്മ നിനക്ക് പുറത്തുനിന്ന് കിട്ടുകയില്ല. എന്നാൽ മുസ്ലിം ഉമ്മത്തിൽ പലരും ഇതുപോലുള്ള ആളുകൾക്ക് പിന്നാലെയാണ്. ജനങ്ങൾക്ക് മോട്ടിവേഷൻ നൽകാൻ വേണ്ടി പ്രസംഗിക്കുന്ന മുസ്ലിം പേരുള്ള പലരും സിനിമാ കഥ പറഞ്ഞിട്ടാണ് ആളുകളെ മോട്ടിവേറ്റ് ചെയ്തത്. ഏതൊരുത്തൻ്റെ അങ്ങേയറ്റം വൃത്തികെട്ട പലതും മയക്കുമരുന്നിൻ്റെയും കഞ്ചാവിൻ്റെ ഒക്കെ ആളുകളാണ്. എന്നിട്ട് അവനുണ്ടാക്കിയ സിനിമയിലെ കഥ അത് ആളുകൾക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. യാതൊരു നന്മയുമില്ല, തിന്മയിലേക്കാണ് ആളുകൾ അതിലൂടെ കൊണ്ടുപോകുന്നത്. മനസ്സിലായില്ലേ? ഒരു സിനിമ കൊണ്ടോ ഒരു സംഗീതം കൊണ്ടോ ലോകത്തൊരാൾ നന്നായിട്ടില്ല. എന്നാൽ അതുകൊണ്ടുണ്ടായ തിന്മകൾ എത്രയാണ്.
നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും, ഈ ചെറിയ നാട്ടിൽ പോലും എത്ര എത്ര കുറ്റകൃത്യങ്ങളുടെ വാർത്തകളിലാണ് നമ്മൾ വായിച്ചത്. ഈ സിനിമയായിരുന്നു പ്രചോദനം അല്ലേ? എത്ര എത്ര കുറ്റകൃത്യങ്ങൾ. ഇതാണോ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നത്? ഇല്ല. അതിലൂടെ ആരെങ്കിലും നന്മ പ്രതീക്ഷിച്ചാൽ എന്തായിരിക്കും കഥ? ചില സിനിമാ മേഖല ശുദ്ധീകരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. വൃത്തികേടിന്മേൽ കെട്ടിപ്പടുക്കപ്പെട്ട, വൃത്തികേടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള, വൃത്തികേട് കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യവസായം, അത് നന്നാക്കാൻ എങ്ങനെയാണ് ആളുകൾക്ക് സാധിക്കും? അപ്പം നോക്കൂ, ഇത്തരം കെട്ടുകഥകളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒരിക്കലും സമൂഹത്തെ ഒരു നന്മയും പകരുകയില്ല. സമൂഹത്തെ അങ്ങേയറ്റം ദുഷിപ്പിക്കുകയാണ് ചെയ്യുക. മറിച്ച് ഇസ്ലാമിൽ ഖുർആനിൻ്റെ സുന്നത്തിൻ്റെ പാഠങ്ങളിൽ നമ്മുടെ നല്ലവരായ മുൻഗാമികളുടെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശങ്ങളിൽ, സഹാബത്തിൻ്റെ സലഫുകളുടെ കഥകളിൽ സുബ്ഹാനല്ലാഹ് അതിനോളം പ്രചോദനവും അതിനോളം മുന്നോട്ട് നീങ്ങാനുള്ള ധൈര്യവും മറ്റെവിടെയാണ്, ആശ്വാസവും മറ്റെവിടെയാണ് കിട്ടുക? ഒരിക്കലും കിട്ടുകയില്ല. അതുകൊണ്ട് ഈ ദീൻ നീ പഠിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, ദാഹജലം അത് കെട്ടിവെച്ച ഒരു ഒട്ടകം അതിൻ്റെ പുറത്ത് കെട്ടിവെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒട്ടകം വെള്ളം കിട്ടാതെ അലയുകയാണ്. അങ്ങനെ ഒടുവിൽ അത് തൊണ്ട കാറി ദാഹിച്ച് ചത്തുപോയാൽ എന്താണ് അതിൻ്റെ സ്ഥിതി? നിങ്ങൾ ചിന്തിച്ചത്? ഇതുപോലെയാണ് മുസ്ലിമീങ്ങൾ സതുപദേശങ്ങളും മോട്ടിവേഷനും തേടി ഖുർആനും സുന്നത്തും അല്ലാത്തതിൻ്റെ പിന്നാലെ പോകുന്നതിൻ്റെ ഉദാഹരണം ഇതുപോലെയാണ്. അവരുടെ കയ്യിൽ ഖുർആനും സുന്നത്തും ഈ ദീനിൻ്റെ ഉജ്ജ്വലമായ, ഈ ദീനിലെ മുൻഗാമികളുടെ ചരിത്രമുണ്ട്. അതുപോലെ നമ്മുടെ നന്നാക്കുന്ന മറ്റൊന്നുമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുലുഖ്, നബിയുടെ സ്വഭാവം ഏതായിരുന്നു? ഖുർആനായിരുന്നു. മാത്രമല്ല നബിയുടെ സൽ സ്വഭാവം അത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. മുഅ്മിൻ സൽ സ്വഭാവത്തോടെ പെരുമാറുന്നത് റബ്ബിന് വേണ്ടിയാണ്. അവൻ ആളുകളോട് ചിരിക്കുന്നത് എന്തിനാണ്? അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അതല്ലാതെ ഒരു രാഷ്ട്രീയക്കാരൻ ചിരിക്കുന്ന പോലെയല്ല. അവൻ അടുത്ത തെരഞ്ഞെടുപ്പിലെ വോട്ടാണ് ലക്ഷ്യം. അവൻ ആളുകളെ സഹായിക്കുന്ന എന്തിനാണ്? നമ്മുടെ MLA ഏത് ജനങ്ങളുടെ ഏത് കാര്യത്തിനുണ്ട്. എന്തിനാ? അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ്. മൂപ്പരെത്താത്തൊരാവശ്യവുമില്ല. എന്തിനാണ്? അടുത്തതിന് മത്സരിക്കാനാണ്. ആളുകൾക്ക് യാതൊരു കുഴപ്പമില്ലല്ലോ. അയാളുടെ ലക്ഷ്യം ഇതാണെന്ന് അറിഞ്ഞിട്ടും യാതൊരു കുഴപ്പമില്ല. എന്നാൽ ജനങ്ങൾക്ക് പ്രശ്നം എന്തിനാണ്? സ്വർഗത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി ഒരാൾ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മോശമായി കാണുന്ന തലതിരിഞ്ഞ ആളുകൾ. ചിന്തിച്ചു നോക്കും. മുഅ്മിൻ അവൻ്റെ സൽസ്വഭാവം റബ്ബിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്. അത് ഏറ്റവും വിലപ്പെട്ടതാണെന്ന് അവൻ മനസ്സിലാക്കിയത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിലൂടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ജനങ്ങളെ ഏറ്റവും പ്രവേശിപ്പിക്കുന്നത് തഖ്വല്ലാഹ് വ ഹുസ്നുൽ ഖുലുഖ്, തഖ്വയും സൽസ്വഭാവവുമാണ്. നിങ്ങളുടെ മിസാനിൽ, കർമ്മങ്ങളുടെ തുലാസിൽ ഏറ്റവും ഭാരമേറിയത് സൽസ്വഭാവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഏറ്റവും സൽസ്വഭാവികൾ നിങ്ങളുടെ വീട്ടുകാരോട് സൽസ്വഭാവത്തിൽ പെരുമാറുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ അവൻ സൽസ്വഭാവിയാകുന്നത് എപ്പോഴാണ്? അവൻ നാട്ടുകാരോട് വളരെ നല്ല നിലക്ക് പെരുമാറുന്നു. എന്തെങ്കിലും അബദ്ധം ചെയ്താൽ അല്ലാഹു ലക്ക്, അള്ളാഹ് എനിക്ക് പുറത്തു തരട്ടെ എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കയറി അയാളുടെ ഭാര്യ എന്തെങ്കിലും അബദ്ധം ചെയ്താൽ അപ്പം കൈ നീട്ടി ഒറ്റയടിയാണ്. അവൻ്റെ ഖുലുഖ് അതൊരിക്കലും നല്ല ഖുലുഖല്ല. കാരണം അവന് അധികാരമുള്ളിടത്ത് അവൻ്റെ കീഴിലുള്ള ആളുകളോട് അവൻ എപ്പോഴാണ് നല്ല ആൾക്ക് പെരുമാറുന്നത്, അപ്പോഴാണ് അവൻ്റെ സ്വഭാവം നന്നാവുകയുള്ളൂ. ഒരു ഉമ്മത്തിൻ്റെ സ്വഭാവം, അതെ, ഒരു കൗമിൻ്റെ, ഒരു ജനതയുടെ സ്വഭാവം നിനക്ക് ശരിക്കും മനസ്സിലാകണോ? അവർ അധികാരത്തിൽ വന്നാൽ കാണാം അവരുടെ കീഴിലുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, അപ്പോഴാണ് അവരുടെ സ്വഭാവം വെളിവാകുക. ഇവിടെയാണ് നിങ്ങൾ മുസ്ലിം ഉമ്മത്തിൻ്റെ ചരിത്രം നോക്കേണ്ടത്. മുസ്ലിമീങ്ങൾക്ക് എപ്പോഴെല്ലാം ഏതെല്ലാം നാടിൻ്റെ എല്ലാം അധികാരം കിട്ടിയിട്ടുണ്ടോ അവർക്ക് കീഴിലുള്ളവരോട് ഏറ്റവും മാന്യമായി ആണ് മുസ്ലിമീങ്ങൾ പെരുമാറിയിട്ടുള്ളത്. മുസ്ലിമീങ്ങളുടെ ചരിത്രം അതാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി എന്ന നിലയിലും നീ ചെയ്യേണ്ടത്. റബ്ബിനു വേണ്ടി എന്താണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കാണോ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ആഗ്രഹമുള്ളത്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളത്, വൽതഅതി മനിയതുഹു വഹുവ യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള നിലക്ക് അവൻ മരണപ്പെടട്ടെ. ജനങ്ങൾ അവനോട് എങ്ങനെ പെരുമാറാൻ ആഗ്രഹിക്കുന്നോ അതുപോലെ അവൻ ജനങ്ങളോട് പെരുമാറട്ടെ. നിന്നോട് ആളുകൾ എങ്ങനെ പെരുമാറാനാണ് നീ ആഗ്രഹിക്കുന്നത് അതുപോലെ നീ ജനങ്ങളോട് പെരുമാറും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്.
പണ്ഡിതന്മാർ സൽ സ്വഭാവത്തെ നിർവചിച്ചുകൊണ്ട് പറയുകയുണ്ടായി, കഫുൽ അദ വബദ്ലുൻ നദ വതലാഖത്തുൽ വജ്ഹ്. കഫുൽ അദ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഉപദ്രവിക്കരുത്, ആരെയും ഉപദ്രവിക്കരുത്. 2 ബദ്ലുൻ നദ, നീ ആളുകൾക്ക് ഉപകാരം ചെയ്യുക. 3 തലാഖത്തുൽ വജ്ഹ്, മുഖപ്രസന്നത, ആളുകളോട് നല്ല നിലക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ആളുകളോട് പെരുമാറും. ഈ 3 സൽസ്വഭാവം എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. ഇത് സഹോദര, നീ ഏറ്റവും ശ്രദ്ധയോടെ സൂക്ഷിക്കേണ്ടത് ജനങ്ങൾ ഉപദ്രവിക്കാതിരിക്കുക എന്നതിനാണ്. ആളുകൾ ഉപദ്രവിക്കരുത്, ദ്രോഹിക്കരുത്, ദുൽമ ചെയ്യരുത്. അതിക്രമം എന്ന് പറയുന്നത് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആളുകളുടെ അഭിമാനത്തിലോ അവരുടെ രക്തത്തിലോ സമ്പത്തിലോ അതിക്രമം പ്രവർത്തിക്കുക എന്നത് നാശമാണ്. നീ നശിച്ചു പോകാൻ അത് മാത്രം മതി. റബ്ബ് പുറത്തു തരില്ല, അത് അവരുമായി തീർക്കേണ്ടി വരും. ഇത് പരലോകത്ത് ആ ആളുകളുമായി നീ തീർക്കേണ്ടി വരും. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും സൽസ്വഭാവം ഉണ്ടായിരുന്നവർ. നബി ഏറ്റവും ഉദാരരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ധീരനായിരുന്നു. ധീരത ഹുസ്നുൽ ഖുലുഖിൻ്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹയാ ഉള്ളവരായിരുന്നു, ലജ്ജ ഉള്ളവരായിരുന്നു. ഹയാ സൽസ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നബിയുടെ സംസാരം ഏറ്റവും നല്ല സംസാരമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ചീത്ത വിളിക്കാനുണ്ടായിരുന്നില്ല. നബിയുടെ നാവിലൂടെ ഒരിക്കലും ഒരു അശ്ലീലം വരാറുണ്ടായിരുന്നില്ല. അശ്ലീലം പറയുക സൽസ്വഭാവികളുടെ സ്വഭാവമല്ല. തെറി വിളിക്കുക അത് സൽസ്വഭാവികളുടെ ശീലമല്ല. അവരുടെ നാവ് ഖുർആൻ പാരായണം ചെയ്യുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, നന്മ പറയുന്ന, ഖാല അല്ലാഹു ഖാല റസൂലോ, ഖുർആനും സുന്നത്തും നാവിലൂടെ വരുന്ന ആ നാവിൽ എങ്ങനെയാണ് ഒരു തെറിവാക്ക്, അശ്ലീലം വരാൻ യോജിക്കുക? ഒരിക്കലും യോജിക്കുകയില്ല. അതുകൊണ്ടത് വളരെ ശ്രദ്ധിക്കുന്നതാണ്. ഹുസ്നുൽ ഖുലുഖ് റബ്ബിന് വേണ്ടി പുലർത്തുന്ന ആളുകളാണ് മുഅ്മിനുകൾ. ഈ 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശ്രേഷ്ഠമായ വസിയ്യത്തിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാഠങ്ങൾ ശരിക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതനുസരിച്ച് മരണം വരെ ജീവിക്കാനും ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.